ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് രേണു സുധിയാണ്. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളുടെ എല്ലാവരുടെയും സോഷ്യൽ മീഡിയ ഫീഡിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ഈവൻ ഫേസ്ബുക്കിലാണെങ്കിൽ പോലും രേണു സുധീനെ മുട്ടിയിട്ട് നടക്കാൻ വരാത്ത അവസ്ഥയാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് രേണു സുധി തന്നെയാണ് ഗൈസ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം നമ്മുടെ സംഭവം എന്താന്ന് വെച്ചാൽ, റീസെന്റ് ആയിട്ട് രേണു ചേച്ചിയും രേണു ചേച്ചിയുടെ സിസ്റ്ററും കൂടിയിട്ട് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഇന്റർവ്യൂ ആണ് ഇപ്പം സോഷ്യൽ മീഡിയ ഫുള്ളി കത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് യൂട്യൂബേഴ്സിനെയും തെറി പറയുന്നുണ്ട്, വീഡിയോ ചെയ്യുന്നവരെയും തെറി പറയുന്നുണ്ട്, എല്ലാവർക്കിട്ടും ഉള്ളത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ആക്ച്വലി ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പബ്ലിക് ആക്കിയത് മാത്രമേ ആൾക്കാർ ഇന്ന് റിയാക്ട് ചെയ്തിട്ടുള്ളൂ. പ്രൈവറ്റ് ലൈഫ് ഇവിടെ ആരും എക്സ്പോസ് ചെയ്തിട്ടില്ല. അത് മനസ്സിലാക്കാതെ വന്ന് ഓരോരോ ഇന്റർവ്യൂവിൽ വിഡിത്തങ്ങൾ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രേണു സുധി. സത്യം പറയാലോ, ഒരു സമയത്ത് രേണു ചേച്ചി എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു സപ്പോർട്ടർ ആയിരുന്നു ഞാനും. പക്ഷെ ഒരു പോയിന്റ് കഴിഞ്ഞ സമയത്ത് എനിക്ക് തന്നെ പുള്ളിക്കാരിയുടെ ബിഹേവിയേഴ്സിൽ കാണിച്ചു കൂട്ടുന്നത് കാണുമ്പോഴത്തേക്കും ആ ഒരു സപ്പോർട്ട് ചെയ്യുന്നതിൽ അർത്ഥമില്ല എന്ന് തോന്നി തുടങ്ങിയിട്ടുണ്ട്. സീരിയസ്ലി എനിക്കിപ്പോൾ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നോ എന്നേ പറയത്തുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി കാണിച്ചു കൂട്ടുന്നത് അമ്മാതിരി കാര്യങ്ങളാണ്. ഓക്കെ, ഒരു സ്ക്രിപ്റ്റഡ് ലൈഫിലൂടെയാണ് പുള്ളിക്കാരി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതെങ്ങനെ പുള്ളിക്കാരുടെ ലൈഫിനെ ബാധിക്കും എന്ന് എനിക്കറിയത്തില്ല. അപ്പം നമുക്ക് ആ ഇന്റർവ്യൂവിൽ രേണു ചേച്ചി എന്താണ് പറഞ്ഞതെന്ന് കേൾക്കാം. സുചേട്ടൻ മരിച്ചു പോയതല്ലേ, പിന്നെ അങ്ങനെ സുധീര തണല് ജീവിക്കുന്നത്. എന്ത് സന്തോഷത്തോടു കൂടിയാലേ ആ ഒരു മരണ വാർത്ത പറയുന്നത്. സുചേട്ടൻ മരിച്ചു പോയതല്ലേ, അതൊരു ചിരിയും സൂപ്പർ. അതല്ലേ പറഞ്ഞത്, സുചേട്ടൻ മരിച്ചുപോയി, ഇതുവരെ തണലിലായിരുന്നു. മരിച്ചുപോയ ആളുടെ തണലിൽ ജീവിക്കാന്ന് പറഞ്ഞാൽ അതൊരു. രേണുവിന് സ്വന്തം അഡ്രസ് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ രേണു എന്നുള്ള ഒരാളുണ്ടായിരുന്നു, അഡ്രസ്സും ഉണ്ടായിരുന്നു. പിന്നെ ഭർത്താവിന്റെ പേര് വെച്ചിട്ടല്ലാതെ വേറെ പേരിൽ അറിയപ്പെടാൻ പറ്റത്തില്ല. കാരണം ഇപ്പോഴും സുധീര ഭാര്യ തന്നെയല്ലേ. രേണു എന്ന ഇൻഡിവിജ്വലിനെ ഫസ്റ്റ് ഓഫ് ഓൾ മലയാളികൾക്ക് പരിചയപ്പെടാൻ കാരണമായത് തന്നെ സുധി എന്ന് പറയുന്ന ആ ഒരു കലാകാരനാണ്. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ പറയുന്നു രേണു എന്ന് പറയുന്ന വ്യക്തി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സുധി മരിച്ചു പോയല്ലോ, സുധിയുടെ തണലിലല്ല ഞാൻ ജീവിക്കുന്നതെന്ന് പറയുന്നു. അത് കഴിഞ്ഞ് പറഞ്ഞ് നാക്ക് വായിലിട്ടില്ല അടുത്ത പോയിന്റിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്താ സുധി എന്ന് പറയുന്ന ഭർത്താവിൻ്റെ ഭാര്യയല്ലേ, അപ്പോൾ എനിക്ക് എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടല്ലോ എന്നുള്ള രീതിക്ക് സംസാരിക്കുന്നത്. അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, രേണുവിൻ്റെ ഏതൊരു വർക്ക് എടുത്താലും ഈവൻ ഷോർട്ട് ഫിലിം ആണെങ്കിലും എന്തെടുത്താലും അതിൻ്റെ ഫസ്റ്റ് താങ്ക്സ് കാർഡിനകത്ത് സുധിയുടെ ഇതിനകത്ത് പ്രണാമം എന്ന് പറഞ്ഞ് എഴുതി വെക്കുന്നത് എന്തുകൊണ്ടാണ്? സുധി എന്ന് പറയുന്ന കലാകാരനോട് മലയാളികൾക്കുള്ള ആ ഒരു സഹതാപം. ഓക്കെ, സഹതാപത്തിന്റെ പുറത്ത് കിട്ടുന്ന വ്യൂസ്, അതിന് വേണ്ടിയിട്ടല്ലേ. അതൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സുചേട്ടന്റെ തണലിൽ തന്നെ അല്ലേ നിങ്ങൾ ജീവിക്കുന്നത്. അതല്ലാതെ രേണു എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു വർക്കിനെ പറ്റിയിട്ട് ഒരാൾ സംസാരിക്കാൻ പോകുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇതുവരെ എത്ര കല്യാണം നിയമപരമായിട്ടും എന്റെ താലി കെട്ടിയ ഒരാളെ ഉള്ളൂ, കൊല്ലം സുചേട്ടൻ. പല ആരോപണങ്ങൾ വരും, 10 കെട്ടുമെന്നും നാളെ 5 കെട്ടുമെന്നും 10, അതൊക്കെ എന്റെ ഇഷ്ടമാണ്. എനിക്ക് പേഴ്സണൽ കാര്യം എനിക്ക് പേഴ്സണൽ കാര്യം എനിക്ക് അങ്ങനെ പബ്ലിക് ആക്കേണ്ട കാര്യമില്ല. ഇപ്പൊ പറഞ്ഞൊരു കാര്യമില്ലേ, എന്റെ പ്രൈവറ്റ് ലൈഫ് അത് പബ്ലിക് ആക്കേണ്ട ആവശ്യം എനിക്കില്ല എന്നുള്ള രീതിക്ക് രൺശിജി പറഞ്ഞ സംഭവമില്ലേ, അത് ആക്ച്വലി വളരെ നല്ലൊരു തീരുമാനമാണ്. കാരണം നമ്മുടെ പ്രൈവറ്റ് ലൈഫ് നമ്മുടെ മാത്രമായിരിക്കണം. അതൊരിക്കലും പബ്ലിക് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തു നിന്നുള്ള ആൾക്കാർ ഓഫ് കോഴ്സ് അത് ജഡ്ജ് ചെയ്യും. അപ്പോഴത്തേക്കും വന്ന് ഇതുപോലുള്ള കോൺട്രവേഴ്സീസിൽ വന്ന് കലാശിക്കുകയും പിന്നെ നമ്മൾ അതിന്റെ പുറകെ നടക്കുകയും ചെയ്യും. അതേസമയം നമ്മൾ ഇതൊക്കെ പ്രൈവറ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ഉണ്ടാകത്തില്ല. നമ്മുടെ പ്രൈവറ്റ് ലൈഫ് അവിടെ എന്ത് നടന്നാലും അത് നമ്മൾ മാത്രം ഉത്തരവാദികളാണ്. അത് പബ്ലിക് ആക്കിയിട്ട് അപ്പോഴും എന്ത് നടന്നാലും അതിനും ഉത്തരവാദി ആരാണ്? നമ്മൾ തന്നെയാണ്. ഓക്കെ, അപ്പം ഈ രീതിക്ക് പുള്ളിക്കാരി ഇപ്പൊ പറയുന്ന ഈ സ്റ്റേറ്റ്മെന്റ് സ്വന്തം ജീവിതത്തിൽ ആദ്യമേ തൊട്ടേ ഈ ഒരു രീതിക്ക് പാലിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ പല കോൺട്രവേഴ്സീസും ഒഴിവാക്കാമായിരുന്നു. രേണു സുധീനെ ചുറ്റിപ്പറ്റി വന്നിട്ടുള്ള പല കോൺട്രവേഴ്സീസും ഈ ഒരു രീതിക്ക് പ്രൈവറ്റ് ലൈഫ് ആക്കി വെച്ചിരുന്നെങ്കിൽ ഒഴിവാക്കാൻ പറ്റുമായിരുന്നു. ഈ പറയുന്ന കുറെ നെഗറ്റീവ് പറയുന്ന ഇവന്മാര്, സുധിച്ചാണ്ട് എന്നെ നിങ്ങൾ അന്വേഷിക്കണ്ട. സുധിച്ചാണ്ട് മക്കൾ കഴിച്ചോ, അവർ ഓണത്തിന് ഒരു തുണി കൊടുത്തോ, എന്ത് ഇവന്മാരും തിരക്കോ. ഇപ്പൊ രേണു സുധി വൈറലായി, ഓക്കെ, അവള് എവിടെ ചെന്ന രേണു സുധി ഒരു അത്യാവശ്യം വലിയൊരു നിലയിൽ സുധിച്ചാണ്ട് ആ ഒരു വൈഫ് എന്ന നിലയിൽ ഓടി വന്ന് തന്നെ ആൾക്കാർ സ്നേഹിക്കുന്നുണ്ട്, സെൽഫി എടുക്കുന്നുണ്ട്, ഒരുപാട് വർക്കുകൾ കിട്ടുന്നുണ്ട്. ഇവിടെ രേണു സുധി തന്നെ പറയാതെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, സുചേട്ടന്റെ വൈഫ് ആയതുകൊണ്ട് എൻ്റെ അടുത്തേക്ക് എല്ലാവരും വന്ന് ഓടി വന്ന് സെൽഫി എടുക്കുന്നു, എനിക്ക് വർക്ക് കിട്ടുന്നു എന്നുള്ളത്. കുറച്ചു മുമ്പ് ചേച്ചി എന്താ പറഞ്ഞത്? എനിക്ക് സുചേട്ടന്റെ തണലിൽ നിൽക്കേണ്ട ആവശ്യമില്ല, സുചേട്ടൻ മരിച്ചുപോയല്ലോ, മരിച്ചുപോയ ആളുടെ തണലിൽ എങ്ങനെ നിൽക്കുമെന്ന്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളെ ഇന്ന് മലയാളികൾ അറിയുന്നത് രേണു സുധി, അതായത് ആ സുധി എന്ന് പറയുന്ന ടാഗ് ലൈനിലാണ്. സുധിയുടെ വൈഫ് എന്നുള്ള രീതിക്കാണ് രേണുവിന് കേരളക്കരയിൽ ഈ ഒരു രീതിക്കത്തെ സ്വീകാര്യത കിട്ടുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ അത് മനസ്സിലാക്കിക്കോ.
പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രേണുസുധിയുടെ ഏതൊരു ഇന്റർവ്യൂ എടുത്ത് നോക്കിയാലും, അതായത് വീട്ടിലുള്ള ഏതൊരു ഇന്റർവ്യൂ നോക്കിയാലും അതിന്റെ ബാക്ക് സൈഡിൽ സുചേന്റെ ഒരു ഫോട്ടോ ഉണ്ടാവും, ലക്ഷ്മി നക്ഷത്രം ഗിഫ്റ്റ് കൊടുത്ത ആ പെർഫ്യൂമും ഉണ്ടാവും. അതെനിക്കൊരു കൈൻഡ് ഓഫ് മാർക്കറ്റിംഗ് ആയിട്ടേ തോന്നിയിട്ടുള്ളൂ, സീരിയസ്ലി പറയാലോ. അത് ഒരു ടൈപ്പില് സുചേനെ യൂസ് ചെയ്യുവല്ലേ, സുചേന്റെ പേര് യൂസ് ചെയ്യുവല്ലേ. അപ്പോൾ ഒരു കൊല്ലം സുധിയുടെ ഒരു ഫോട്ടോ വന്ന് ആ ഒരു പെർഫ്യൂം അവിടെ ഇരിക്കുമ്പോഴത്തേക്കും ആൾക്കാർ അത് നോക്കുന്നത്, അത് അവരുടെ ഉള്ളിലുള്ള ആ ഒരു ശ്രുതി എന്ന് പറയുന്ന കലാകാരനോടുള്ള ആ ഒരു സ്നേഹത്തിന് യൂസ് ചെയ്യുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇതൊക്കെ കണ്ടപ്പോൾ നിന്റെയൊക്കെ കണ്ണിക്കടി കൊണ്ടല്ലേ നീയൊക്കെ ഇപ്പം രംഗത്ത് വന്നേക്കുന്നത്? അല്ല, സുധിച്ചാനുള്ള സ്നേഹം കൊണ്ടാണോ നീയൊക്കെ രംഗത്ത് വന്നേക്കുന്നത്? ലോക്ക്ഡൌൺ ഒരു പ്രശ്നം ഉണ്ടായി സാമ്പത്തികമായിട്ട് സുധിച്ചാണ്, അന്നൊക്കെ നിന്റെ ഒരുത്തന്റെ മോന്തം കണ്ടിട്ടില്ലല്ലോ. രേണുസുതി ഇപ്പൊ പറയുന്നുണ്ടല്ലോ, രേണുസുതിയോടുള്ള കണ്ണുകടി കൊണ്ടാണ് ഇപ്പൊ ഇത്രയും പേര് വീഡിയോ ചെയ്യുന്നത് എന്ന്. നിങ്ങൾ ചെയ്യുന്ന വീഡിയോസിൽ തെറ്റുള്ളത് കൊണ്ടാണ് ആൾക്കാർ അത് ചൂണ്ടിക്കാണിക്കുന്നത്. അത് അക്സെപ്റ്റബിൾ അല്ലാത്തത് കൊണ്ടാണ് ആൾക്കാർ അതിനെതിരെ വീഡിയോസ് ചെയ്യുന്നത്. അതാദ്യം മനസ്സിലാക്കുക. നിങ്ങളുടെ ചുറ്റുമുള്ളവർ തന്നെയാണ് നിങ്ങൾക്കെതിരെ വീഡിയോ ചെയ്യാനുള്ള കാര്യങ്ങൾ ഇത്തരത്തിൽ റിയാക്ഷൻ വ്ളോഗേഴ്സിനെ പറഞ്ഞറിയിക്കുന്നത്, വിളിച്ചും മെസ്സേജ് അയച്ചും ഒക്കെ. അതൊന്നും നിങ്ങൾക്ക് അറിയുന്നില്ല, കഷ്ടമാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് ആരും ഹെൽപ്പ് ചെയ്തിട്ടില്ല എന്നുള്ള രീതിക്ക്. ശ്രുതി എന്ന് പറയുന്ന കലാകാരൻ ജീവിച്ചിരുന്ന സമയത്ത് ഒരുപക്ഷെ ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഫാമിലിയുടെ ഫുൾ കാര്യങ്ങൾ നോക്കിയിരുന്നത് ഫ്ലവേഴ്സും അതേപോലെ തന്നെ കേരളത്തിലുള്ള ആൾക്കാരുമാണ്. അല്ലേ? അല്ല എന്ന് പറയാൻ പറ്റുമോ? നിങ്ങളിപ്പോൾ നിന്ന് സംസാരിക്കുന്ന ആ വീട് പോലും വെച്ച് തന്നത് വല്ലവരുമാണ്. അത് ശ്രുതി എന്ന് പറയുന്ന കലാകാരനോടുള്ള ആ ഒരു ഇഷ്ടം കൊണ്ട് വെച്ച് തന്നിട്ടുള്ളതാണ്. ഒത്തിരി പേര് സഹായിച്ചിട്ടുമുണ്ട് ആ സമയത്ത്. എന്നും കുന്നും അവർ സഹായിക്കുമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റത്തില്ല. ഇത്തരത്തിൽ സഹായിച്ചവരെ പോലും ഒന്നുമല്ലാത്ത രീതിക്ക് ആക്കുന്ന രീതിക്കായി ഇപ്പൊ രേണുസുതി ഇപ്പൊ സംസാരിച്ച രീതി. അതൊക്കെ പോട്ടെ, സുധിച്ചേട്ടൻ ജീവിച്ചിരുന്ന സമയത്ത് ഈ രേണു ചേച്ചീനെ പറ്റിയിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. മെൻ്റലി ഡിപ്രഷൻ ഉണ്ട് പുള്ളിക്കാരിക്ക്. അത് രണ്ടാമത്തെ കുഞ്ഞിൻ്റെ പ്രസവത്തിൽ സംഭവിച്ചു പോയാണ്. അപ്പോൾ അത് ഓവറായിട്ടുള്ള ടെൻഷൻ പുള്ളിക്കാരിക്ക് പറ്റില്ല. അതിൻ്റെ ടാബ്ലറ്റ്, അതിൻ്റെ ഡീറ്റെയിൽസ്, പിന്നെ പപ്പയുടെ കാര്യം പറഞ്ഞ് എല്ലാം പറഞ്ഞിട്ട് ഇതിൽ നിന്നൊക്കെ പറ്റിപ്പോയതാണ് ഈ കാര്യങ്ങളൊക്കെ. എല്ലാം ഞാൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. അതിനിടയ്ക്കാണ് ഈ ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ സ്കിറ്റുകളും കാര്യങ്ങളെല്ലാം ചെയ്യണതും എല്ലാം. ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. എന്നെ കുറ്റം പറയാതിരിക്കുക, സപ്പോർട്ട് ചെയ്യുക, എനിക്ക് അത്രേ പറയാനുള്ളൂ. സുചേട്ടൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്, സുചേട്ടനെ സഹായിച്ചില്ലെങ്കിൽ നിങ്ങൾ കുറ്റം പറയാതിരിക്കുക എന്ന്. ആ വ്യക്തിയെ ഇന്ന് ആൾക്കാർ കുറ്റം പറയുന്നുണ്ട്, ഒരു രീതിക്ക് അല്ലെങ്കിൽ മറ്റൊരു രീതിക്ക്. അതിന് റീസൺ എന്ന് പറയുന്നത് രേണുസുതി എന്ന് പറയുന്ന ഈ വ്യക്തിയാണ്. ഈ രേണുസുതി കാണിച്ചു കൂട്ടുന്ന കാട്ടായങ്ങൾ കാണുമ്പോഴത്തേക്കും ആൾക്കാർ കമന്റിൽ കുറ്റം പറയുക തന്നെ ചെയ്യും. ഞാൻ ഇതിന്റെ താഴത്ത് തന്നെ ഒരു കമന്റ് കണ്ടതാണ്, സുതി എന്ന് പറയുന്നത് ഒരു കൊമേഡിയൻ മാത്രമല്ലേ, അല്ലാതെ വേറെ വലിയ ആളൊന്നും അല്ലല്ലോ എന്നുള്ള രീതിക്ക്. അത്തരത്തിൽ ആൾക്കാരെ കൊണ്ട് പറയിപ്പിച്ചത് ആരാണ്? രേണുസുതി അല്ലേ? രേണുസുതി കാണിച്ചു കൂടുന്ന കാട്ടായങ്ങൾ കണ്ട് മടുത്തിട്ടാണ് അത്തരത്തിലുള്ള ഹെയ്റ്റ് സുതിക്കെതിരെ വന്നു തുടങ്ങിയത് തന്നെ. ഈ ഇന്റർവ്യൂവിൽ തന്നെ പുള്ളിക്കാരി, അതായത് രേണുസുതിയുടെ സഹോദരി വന്നിട്ട് പറയുന്നുണ്ട്, അതെന്താന്ന് കേൾക്കാം. എല്ലാരും ഞങ്ങള് ഫാമിലി മൊത്തമായിട്ട് ഇപ്പൊ ആത്മഹത്യയുടെ വക്കില്ല. ചേട്ടാ, ഞങ്ങൾക്ക് പറയാനുള്ളതും കൂടെ ഒന്ന് അതെ, കേൾക്കണം. എന്റെ ചേച്ചി സഹോദരിയാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മിക്കവാറും ഞങ്ങളുടെ 4 പേർ ആത്മഹത്യ ചെയ്യേണ്ടവർ, ഞാനും എന്റെ പപ്പായും അമ്മയും ഉൾപ്പെടെ. ഈ വീഡിയോയിൽ ഇവർ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരിങ്ങനെ പോയി കഴിഞ്ഞാൽ ആത്മഹത്യയുടെ വക്കിലാണ്, ഞങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്നാണ്. എന്താണ് റീസൺ എന്ന് അവരിനി പറയും, നമുക്ക് നോക്കാം. ചേട്ടാ, സുചേട്ടൻ പോയിട്ട് ഇപ്പൊ അറിയാലോ, ഇപ്പൊ 2 വർഷം കഴിഞ്ഞു. കാരണം നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരു കൂടപ്പറവ് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തുമാത്രം മാനസികമായിട്ട് വിഷമവും വേദനയും ഉണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇത് മുതലെടുത്തുകൊണ്ട് കുറച്ച്, എല്ലാവരും അല്ല, കുറച്ച് യൂട്യൂബ് ചാനലുകാർ, അവരെ ഞങ്ങളൊന്നും ഇതുവരെ ഇതിന്റെ മുമ്പിൽ ചെന്നിട്ടുള്ളവരല്ല, ഇതുവരെ അങ്ങനെ പറയണമെന്ന് ആഗ്രഹിച്ചതുമല്ല. പക്ഷേ ഞങ്ങളുടെ സാഹചര്യം കൊണ്ട് ഞങ്ങളിത് പറഞ്ഞു പോവുക. എനിക്കും എൻ്റെ പപ്പായ്ക്കും ഞങ്ങൾക്കൊന്നും ഇപ്പോൾ സമൂഹത്തിന് മുമ്പിൽ ഇറങ്ങി നടക്കാൻ പോലും വയ്യാത്ത രീതിയിൽ ഞങ്ങൾ തെരഞ്ഞെടുത്ത് എന്തോ മുൻ വൈരാഗ്യം പോലെ 2-3 എല്ലാവരും അല്ല, 2-3 യൂട്യൂബേഴ്സ്, ഒന്ന് അതുൽ ബ്ലോഗേഴ്സ് അറിയത്തില്ല. അതവര് പറയുന്നത് ഈ റിയാക്ഷൻ വ്ളോഗേഴ്സിനെയാണ് ഗൈസ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരെ ജീവിക്കാൻ സമ്മതിക്കാത്ത രീതിക്ക് റിയാക്ഷൻ വ്ളോഗേഴ്സ് വീഡിയോസ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. അതിൽ അതുലേട്ടൻ്റെ പേരൊക്കെ പറയുന്നത്, അതായത് അതുൽ വ്ളോഗ്സ് എന്ന് പറയുന്ന ആ ചേട്ടൻ്റെ പേരൊക്കെ പറയുന്നുണ്ട്. ആ ചേട്ടൻ്റെ വീഡിയോസ് ഞാൻ കാണുന്നതാണ്. അതിനകത്ത് എനിക്കങ്ങനെ ഇതുവരെ ഇവരെ ബാക്ക് സ്റ്റാബ് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളി വീഡിയോസ് ചെയ്ത പോലെ എനിക്ക് തോന്നിയിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. പിന്നെ വേറെ പെണ്ണുങ്ങളുടെ പേരൊക്കെ പറയുന്നുണ്ട്, എന്തായാലും ഞാനില്ല അതിനകത്ത്. കാര്യം ഞാൻ ഇതിനകത്തോട്ട് വന്നിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. പിന്നെ അത് മാത്രമല്ല, രേണുസുതി എന്ന് പറഞ്ഞ കണ്ടന്റ് തന്നെ എനിക്ക് അത്ര എടുക്കാനായിട്ട് താല്പര്യമുള്ള കണ്ടന്റ് അല്ല. പിന്നെ വീഡിയോ ഇട്ട് പോകണമല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുക്കുന്നതാണ്. സോ റിയാക്ഷൻ വ്ളോഗേഴ്സ് ആണ് ഇവർക്ക് ജീവിക്കാൻ സമ്മതിക്കാത്തതെന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും ഞാൻ ഒരു കാര്യം പറയാം, റിയാക്ഷൻ വ്ളോഗ് ചെയ്യുന്ന ഏതൊരു വ്യക്തിയെയും
അവർക്ക് കണ്ടന്റ് കൊടുക്കുന്നത് അവരുടെ ഓഡിയൻസ് തന്നെയാണ്. ഇപ്പം ഓഡിയൻസ് ആണ് നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ട് നമ്മുടെ അടുത്ത് ഇന്ന കണ്ടന്റ് ഉണ്ട്, നിങ്ങളിത് ചെയ്യുക എന്ന് പറഞ്ഞിട്ടും പിന്നെ അവർക്കറിയാവുന്ന കുറേ എക്സ്ട്രാ കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്യാൻ വേണ്ടി നമുക്ക് അയച്ചു തരികയും ചെയ്യുന്നത് അവർ തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ രേണു സുധിനെ പറ്റിയിട്ടും ഒത്തിരി കഥകളും കാര്യങ്ങളും ഒക്കെ റിയാക്ഷൻ ബ്ലോഗേഴ്സിൻ്റെ കയ്യിലുണ്ട്. അത് പക്ഷെ അവർ പുറത്ത് വിടാത്തത് വേറെ വെറുതെ എന്തിനാ നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ബാക്കി എന്താണെന്ന് കേൾക്കാം. ഇന്നലെ സന്ധ്യ അങ്ങനെ ഒരു ആളും ഇട്ടേക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഞങ്ങള് സുധിച്ചേട്ടൻ എന്റെ പപ്പ കൊല്ലാൻ കൂട്ടുന്നത് എന്തൊക്കെയോ ഞങ്ങൾക്ക് അറിയത്തില്ല എന്നാ ഈ പറയുന്നത് ഇവർക്ക്. സുധിച്ചേട്ടൻ മരിച്ചത് പപ്പ എവിടെ ആയിരുന്നു? സുധിച്ചേട്ടൻ മരിച്ചത് പപ്പ ഹോസ്പിറ്റലായിരുന്നു. സീരിയസ് ആയിട്ട് ഫോട്ടോ എടുത്തിട്ട് എന്റെ ഫോട്ടോ എടുത്ത് അത് കൊല്ല സുധിയുടെ ആദ്യത്തെ വൈഫാണെന്ന് പറഞ്ഞിട്ടേക്കുന്നത്. പിന്നെ ഞാൻ എന്റെ സഹോദരിയുമായിട്ട് എന്തോ എതിരെ രംഗത്തെന്നും പറഞ്ഞ് ആദ്യം എന്റെ പേര് സിന്ധു എന്നിട്ട് പിറ്റേ ദിവസം അത് രമ്യെന്നൊക്കെ. അപ്പം എന്തോ നമ്മളോട് മുൻ വൈരാഗ്യം പോലെ അവർ സുധിച്ചേട്ടനെ കടക്കാരാക്കിയത് ഞങ്ങളാണ്. ഇതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. ഇതെന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഈ ചേച്ചിയുടെ ഫോട്ടോ വെച്ചിട്ട് തമ്മിലൊക്കെ കൊടുത്തിട്ട് റിയാക്ഷൻ ബ്ലോഗ് ചെയ്യുന്നത് സെക്കൻഡ് വൈഫ് പുള്ളിക്കാരിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യേ. അത് ഏത് ചാനലാന്ന് പോലും എനിക്കറിയത്തില്ല. ഇതൊക്കെ ഇപ്പൊ നടക്കുന്നത്, ഇതൊന്നും നമ്മൾ അറിയുന്നില്ലല്ലോ. എന്തായാലും ബാക്കി കേൾക്കാം. പോലെ തന്നെ ഈ സുധിച്ചേട്ടന്റെ മക്കൾക്ക് മറ്റേ HDC അവർ വെച്ചു കൊടുത്ത വീട് നമ്മുടെ സുധിച്ചേട്ടൻ കുഞ്ഞുങ്ങൾക്ക് വെച്ചു കൊടുത്തത് അത് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. സുധിച്ചേട്ടൻ പോയ പിന്നെ ഇവരെ ഒറ്റയ്ക്കാവുമല്ലോ എന്ന് ഓർത്ത് ഞങ്ങൾ ഒറ്റയ്ക്ക്. അതുകൊണ്ട് ഇതിന്റെ തൊട്ട് ബാക്കിൽ ഒരു വീട് റെന്റിന് എടുത്താൽ. കാരണം ഇവരെ ഒറ്റപ്പെടുത്താൻ ഞങ്ങൾക്ക് പറ്റത്തില്ല. കാരണം സുധിച്ചേട്ടൻ ഉണ്ടായിരുമ്പോൾ ഞങ്ങളെ അങ്ങനെ തന്നെയായിരുന്നു നോക്കിയത്, സ്നേഹിച്ചതും. അപ്പോൾ ഈ കുഞ്ഞിനെ ഇട്ടിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു മാറി താമസിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇതിന്റെ തൊട്ട് ബാക്കിൽ ഒരു വീട് എടുത്ത് റെന്റിന് എടുത്ത് അവിടെയാണ് താമസിക്കുന്നത്. എന്നിട്ട് ഇപ്പം പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കിച്ചുവിനെ ഇവിടെ നിന്ന് അടിച്ചിറക്കി വിട്ടിട്ട് ഈ വീട്ടിൽ രേണുവിന്റെ പപ്പായും ഞങ്ങൾ ഇവിടെ താമസിക്കുവാന്ന്. ഈ സംശയമുള്ളവർ ഇവിടെ ഒന്ന് നോക്കുന്നില്ലല്ലോ. ഇതെന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല. ഞാൻ 7 ദിവസത്തേക്ക് മാറി നിന്ന് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇതൊക്കെ എന്താ സംഭവം, കിച്ചുവിനെ അടിച്ചിറക്കിയിട്ട് ഇവരവിടെ കയറി താമസിക്കാതെ ഇതൊക്കെ ആരാ പറഞ്ഞു വെക്കുന്നത് മനസ്സിലാവുന്നില്ല ഗൈസ്. ഞാനിതൊന്നും കണ്ടിട്ട് പോലുമില്ല. ഞാൻ ആക്ച്വലി ഈ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി എടുത്ത്. പക്ഷെ ഇതിനകത്ത് പറയുന്ന കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. ഈ 2 കാര്യങ്ങൾ, അതായത് എല്ലാം അല്ല, ഈ 2 കാര്യങ്ങൾ എനിക്കറിയത്തില്ല. പക്ഷെ ഇവർ താമസിക്കുന്നത് കൊണ്ട് മറ്റുള്ളവർക്ക് എന്താണ് പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യം അവരുടെ അനിയത്തി ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു സപ്പോർട്ട് എന്നുള്ള രീതിക്ക് ചേച്ചി പോയി നിന്നു. അതിനിപ്പോ ഇവർക്ക് എന്താ കുഴപ്പം, നാട്ടുകാർക്ക് എന്താ പ്രശ്നം? അതൊക്കെ ആരാ ഈ പ്രശ്നമുള്ളത് ഇത്ര? ആ തിരുമേനി ഞങ്ങളെ തിരുമേനി എന്നായിരുന്നു ഞങ്ങളോട് വന്ന് പറഞ്ഞത്. ആ പള്ളിയിലെ തിരുമേനി സുധിച്ചേട്ടന് കുറച്ച് സഹായമൊക്കെ ചെയ്തായിരുന്നു. സുധിയെ ഭയങ്കര ഇഷ്ടമാണ്, സുധിയെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അന്ന് ലോക്ക്ഡൌൺ ടൈമിൽ കുറച്ച് സഹായം അന്ന് കൊണ്ട് സുധിച്ചേട്ടൻ കൊടുത്തിട്ട് പറഞ്ഞു ഞങ്ങളുടെ ഈ പള്ളി, ഞങ്ങൾക്ക് ഒരു പള്ളിയുണ്ട്, അവിടെ വന്ന് പ്രാർത്ഥനയ്ക്ക് കൂടണമെന്ന് പറഞ്ഞു. അങ്ങനെ സുധിച്ചേട്ടൻ എന്നോടും പറഞ്ഞ് എൻ്റെ പപ്പായ അമ്മയും ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ ആരാധന കൂടിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഒരു അവസരത്തിനാണ് സുധിച്ചേട്ടൻ മരണപ്പെടുന്നത്. അതിന് തലയച്ച് സുധിച്ചേട്ടൻ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ മരണം വരെ ഞാൻ ഈ പള്ളി നിൽക്കുക, എന്നെ ഇവിടെ അടക്കണേന്ന് പറഞ്ഞു. അപ്പം ആ സമയത്ത് കിച്ചു ആണ് പറഞ്ഞത്, മരിച്ചപ്പം പ്രോഗ്രാം വരെ അവതരിപ്പിച്ചു. അപ്പം മരിച്ച സമയത്ത് കിച്ചുവിനോട് ചോദിച്ചപ്പോൾ കിച്ചു ആണ് പറഞ്ഞത് അച്ഛനെ ആ പള്ളി, കാരണം അവൻ രാവിലെ എഴുന്നേക്കുമ്പോൾ കാണുന്നത് സുധിച്ചേട്ടൻ ഇവിടെ ഉള്ളപ്പോൾ എൻ്റെ കൂടെ പള്ളി വരുന്നതാണ് കാണുന്നത്. ആ പള്ളിയിൽ ആ ബിഷപ്പാണെന്നാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. അതല്ലാതെ ഒരു പള്ളിയായിട്ടുള്ള ബന്ധമല്ലാതെ പുള്ളിയായിട്ട് പിന്നെ എന്താണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്? അതെ, അപ്പം അല്ലാതെ തിരുമേനിയായിട്ട് ഞങ്ങൾക്ക് വേറെ ഒരു ബന്ധവും ഇല്ല. ഇപ്പം തിരുമേനി എന്തോ പണം തട്ടിച്ച കേസിൽ എന്തോ കേസുണ്ട്, കേസിന് ജയിലാണ്. അതിനകത്ത് തിരുമേനിയുടെ വൈഫിനെ കാണിക്കുന്നില്ല, മക്കളെ കാണിക്കുന്നില്ല. ആർക്കും രേണുവിനും ഇവിടെ പപ്പ ആ പള്ളിയിലെ കൈക്കാരനായിരുന്നു. പറഞ്ഞാൽ ഈ ഇട്ടയാള് വിചാരിച്ചേക്കുന്ന പുള്ളിയുടെ എന്തോ പടം തട്ടിക്കുന്ന അങ്ങനെയൊന്നും അല്ല. കൈക്കാരൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാനം, ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ ഒരു സ്ഥാനം, അത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ആ പള്ളിയിലേ അല്ല ഞങ്ങള്, ഇപ്പൊ ആ പള്ളിയിലും അല്ല. അപ്പൊ ഇതൊന്നും അറിഞ്ഞോണ്ടല്ല. അപ്പൊ അവര് പറയുന്നത് തിരുമേനിയുമായിട്ട് കൂടിക്കൊണ്ട് പപ്പ രേണുവിന്റെ അക്കൗണ്ടിലേക്ക് കോടികളാ വന്നെന്ന്. ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ല ഇതേക്കുറിച്ച്. ഇവർ ഈ പറയുന്ന ഞങ്ങൾ, പക്ഷേ തിരുമേനിയുടെ വീട്ടുകാർക്ക് പോലും ഇല്ലാത്ത പ്രശ്നങ്ങളാണ് ഇപ്പൊ ആ പ്രശ്നത്തിൽ ഞങ്ങൾക്ക് വന്നു. ഇവിടെ പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരിടയ്ക്ക് ഒരു ബിഷപ്പിന്റെ ഒരു കേസ് വന്നിട്ടുണ്ട്. അതായത് ബിഷപ്പിന്റെ ഒരു പൈസ തട്ടിച്ചതിന്റെ കേസിൽ അറസ്റ്റിലായ സമയത്ത് രേണു സുധിയുമായിട്ട് ബന്ധമുണ്ടെന്നുള്ള രീതിക്ക് തമ്മിലൊക്കെ വന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അതിനെ പറ്റിയിട്ടാണ് തോന്നുന്നു ഇവിടെ പറയുന്നത്. പിന്നെ സുജേനെ പള്ളിയിലടക്കുകയോ അമ്പലത്തിലടക്കുകയോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, അത് ഓരോരുത്തരുടെ ബിലീഫാണ്. അത് നമ്മൾ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇതൊക്കെ ഇപ്പോൾ ചർച്ചയിൽ വന്നതിന്റെ മെയിൻ റീസൺ ഒരു ആണി എന്ന് പറയുന്നത് ആരാണ്? രേണു സുധിയാണ്. രേണു സുധി മീഡിയയിൽ വന്ന് കാണിച്ചു കൂട്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് സുധി എന്ന് പറയുന്ന കലാകാരൻ മരിച്ചു കഴിഞ്ഞപ്പോഴും അദ്ദേഹത്തിന് ഇങ്ങനെ ക്രൂശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ പറയും. കാര്യം എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. കാര്യം മരിച്ചു കഴിഞ്ഞ വ്യക്തിക്ക് അവിടെയും സ്വൈര്യം കൊടുക്കാത്ത രീതിക്കത്തെ കാര്യങ്ങളാണ് ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കാണുന്ന ആൾക്കാർ ക്വസ്റ്റ്യൻ ചെയ്യും. സോ അത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടി റെഡി ആവണം. ഇത്തരത്തിൽ നെഗറ്റീവ് ഷെയ്ഡ്സിൽ വരുമ്പോൾ നെഗറ്റീവ് ഷെയ്ഡ് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. ഓക്കെ, എന്നെ പറഞ്ഞോ, എന്റെ വീട്ടുകാർ പറഞ്ഞൊക്കെ നാണമില്ലെന്ന്. നീയൊക്കെ കുറെ ഫോൺ കോളുകളും കുറെ അവളമാര് വിളിച്ച് നിനക്കൊക്കെ ഫോൺ കോളുകൾ പറഞ്ഞത് സത്യം എന്താ നോണ ഏതാ എന്താ അറിയാതല്ലേ നീയൊക്കെ ഇടുന്നത്? നാണമാകുന്നുണ്ടോടാ നിനക്കൊക്കെ? ഇത് ചുമ്മാ വെറുതെ ഇരിക്കുന്നില്ല, ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ടാണ് ഒന്നിനും പോകാത്തത്.
നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളെന്ന് പറയുന്നത് റിയാക്ഷൻ വ്ളോഗേഴ്സിന് ഒരു കണ്ടന്റ് മാത്രമാണ്. നിങ്ങളാണ് പബ്ലിക്കായിട്ട് കൊണ്ട് നിങ്ങളുടെ ലൈഫ് എക്സ്പോസ് ചെയ്തിട്ട് അത് റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇത്ര പൊള്ളുന്നത്? നിങ്ങൾ ചെയ്ത കാര്യമല്ലേ പറയുന്നുള്ളൂ. അല്ലാതെ നിങ്ങളുടെ വീട്ടിൽ വന്ന് ഒളിക്യാമറ വെച്ചിട്ടൊന്നും ഒന്നും ആരും ഇവിടെ വിടുന്നില്ല. ഒത്തിരി കാര്യങ്ങൾ വേറെ ഒത്തിരി പേര് വന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പല യൂട്യൂബേഴ്സിനും. പക്ഷെ അവരൊന്നും അത് എക്സ്പോസ് ചെയ്യുന്നില്ല. അതൊക്കെ എക്സ്പോസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഒന്നും നിൽക്കത്തില്ല. ഓക്കെ. പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. രേണു സുധി എന്ന് പറയുന്ന ആ ഒരു സുധിയിലാണ് രേണു എന്ന് പറയുന്ന വ്യക്തി നിൽക്കുന്നത് ഈ ലൈം ലൈറ്റിൽ. അതല്ലാതെ രേണു സുധീനെ ഒരു വ്യക്തിക്ക് അറിയത്തില്ല. രേണു സുധീനെ മറ്റുള്ളവർ മനസ്സിലാക്കി തുടങ്ങുന്നത്, അല്ലെങ്കിൽ രേണു സുധി എന്ന് പറയുന്ന വ്യക്തി ഉണ്ടെന്ന് അറിയുന്നത് തന്നെ സുധിയുടെ വൈഫ് എന്നുള്ള ടാഗ് ലൈനിലാണ്. അതിപ്പോഴും അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്, സുധി മരിച്ചു കഴിഞ്ഞിട്ടും. നിങ്ങൾക്ക് കിട്ടുന്ന വർക്ക്സും കാര്യങ്ങളും ഒക്കെ അത് ഡിപ്പെൻഡ് ചെയ്ത് മാത്രമാണ്. ഓക്കെ. നിങ്ങൾ നാളെ ഒരു കല്യാണം കഴിച്ചാൽ നിങ്ങൾക്കിത് കിട്ടത്തില്ല. ഇനി ഞങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും ഞങ്ങൾക്ക് സംഭവിച്ചാൽ അതിന് ഈ ഉത്തരവാദി ഈ ഞങ്ങളെക്കുറിച്ച് ഈ മോശം പറയുന്ന യൂട്യൂബേഴ്സ് മാത്രമായിരിക്കും. ഒന്ന് അതിൽ ബ്ലോഗേഴ്സ്, അവനാണ് ഏറ്റവും കൂടുതൽ. കുറെ പെണ്ണുങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഇവളുമാര്. പെണ്ണുങ്ങളുണ്ട്. രേണുസുതി വിഷയത്തിൽ പ്രശ്നം മൊത്തം അതുലേട്ടനാണ്. ഞാൻ ആ പുള്ളിയുടെ വീഡിയോ കണ്ടിട്ട് എനിക്കിതൊരു പ്രശ്നം തോന്നിയിട്ടില്ല. പുള്ളി ഒരിക്കലും രേണുസുതിനെ ബാക്ക് സ്റ്റാബ് ചെയ്യാൻ വേണ്ടി വീഡിയോ ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പറയുന്ന ഏതേലും ഒരു ബ്ലോഗറോ ഏതേലും ഒരു അവിടെ നിന്ന് പറയത്തേ ഉള്ളൂ. ഇവിടെ മുന്നിൽ വന്ന വീട്ടു തരത്തുമില്ല. ഞങ്ങളുടെ മുന്നിൽ നിന്നൊന്ന് പറഞ്ഞു അന്നേരം അറിയാം രേണുസുതി ആരാ, രമ്യ ആരാന്ന് പറഞ്ഞു അന്നേരം അറിയാം. രേണുസുതി ഫുള്ള് കലിപ്പ് മോഡിലാണ് ഗൈസ്. കുറച്ചും കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ എല്ലാവരെയും കയറി അടിച്ചേനെ. എന്തായാലും സംഭവം ഇത്രേ ഉള്ളൂ. പബ്ലിക് ആക്കേണ്ട സാധനങ്ങൾ മാത്രം പബ്ലിക് ആക്കുക. പ്രൈവറ്റ് ആയിട്ട് വെക്കേണ്ടത് പ്രൈവറ്റ് ആയിട്ട് തന്നെ വെക്കുക. പ്രൈവറ്റ് ആക്കി വെക്കേണ്ടതും പബ്ലിക് ആക്കിയിട്ട് അതിനെ പിടിച്ച് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്കും ഇത്തരത്തിൽ പൊള്ളുന്നുണ്ടെങ്കിൽ അതിനിപ്പോൾ നമുക്കൊന്നും ചെയ്യാനില്ല. നിങ്ങൾ പബ്ലിക് ആക്കിയ സാധനം മറ്റുള്ളവർക്ക് അതിനകത്ത് എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അവരത് പ്രതികരിക്കും. അത് പബ്ലിക് ആക്കിയത് കൊണ്ട് നമുക്കത് പ്രതികരിക്കാനായിട്ട് ഇവിടെ ആരുടെയും ഒത്താശ വേണ്ട. മനസ്സിലാക്കിക്കോ. ഓക്കെ. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.